ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ്ങിലെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ നമുക്ക് വേറെ എങ്ങോട്ടും പോകാനൊന്നുമില്ല, പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഒന്ന് ക്ലീനിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈവനിങ്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ കുറേ വേസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഈ ഇലകളുടെ വേസ്റ്റ് ആട്ടോ കൂടുതലായിട്ടും. നമ്മൾ ഈ ബിരിയാണിക്ക് ഇടുന്ന മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മളൊരു തവണ 2 തവണ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വേസ്റ്റായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ പൊടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഫ്രിഡ്ജിൽ. അപ്പോൾ അത് അധികം ക്ലീൻ ചെയ്യാൻ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ കുറേ വാടിയിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് സാധനങ്ങൾ കംപ്ലീറ്റ് കഴിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് മേടിക്കുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ളത് റീഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളല്ലേ ഈ ക്ലീനിങ് ഒരു തെറാപ്പിയാണ് കേട്ടോ. നമ്മൾക്ക് ഉണ്ടാകുന്ന ഈ ഓവർ തിങ്കിങ്, ടെൻഷൻ ഇതിനൊക്കെ ഒരു പരിധി വരെ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ സമയത്ത് ഒരു റിലീഫ് കിട്ടാറുണ്ട്. ഞാനൊരു ഓവർ തിങ്കിങ് പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാനത് വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനതിന്ന് മാറാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഇപ്പോഴും ബിസി ആയിരിക്കുക എന്ന് പറയുന്നത്. ഞാനിപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ ടൈമും ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മൈൻഡ് ഫ്രീ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾക്ക് സമയം ഒരുപാട് കിട്ടുന്ന സമയത്താണ് നമ്മൾ പല പല കാര്യങ്ങളും ചിന്തിക്കുന്നതും പല പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ എനിക്ക് കുറക്കാൻ ഞാൻ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത്. ഒന്നല്ലെങ്കിൽ അത് ക്ലീനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോകുക, കുറച്ച് നേരം വെറുതെ പുറത്ത് പോയിട്ടിരിക്കുക. ഇവിടെ ഒരുപാട് കോർണിഷുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ് നല്ല ക്ലൈമറ്റൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഈവനിങ്ങും നമ്മൾ പുറത്ത് പോകാറുണ്ട് കേട്ടോ. ഈ പുറത്ത് പോകുമ്പോൾ മോനിക്കും പുറത്ത് പോയിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, നമുക്കും അതൊരു റിലീഫാവും. എപ്പോഴും ഈ റൂമിലിരിക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഫീലാണ് വരിക. അപ്പോൾ അതെപ്പോഴും നമ്മളിങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഈവനിങ് വേറെ നമ്മൾ പുറത്ത് പോയിട്ട് അങ്ങനെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം കാറ്റ് കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു റിലീഫ് വരുന്നതായ കാര്യമാണ് കേട്ടോ. പിന്നെ അതവിടെ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഈ അനാറുണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഈ ചൂടിന് ഇവിടെ വേറെയുള്ള ഒന്നും കഴിക്കുന്നില്ല. അതായത് ഫുഡൊന്നും നമുക്കിപ്പോൾ സത്യത്തിൽ വേണ്ട. എന്തെങ്കിലും ഇതുപോലെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. അത് തന്നെ ഭയങ്കരമായിട്ട് വയറ് ഫില്ലാവുന്ന കാര്യമാണ്. പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഇപ്പോൾ ഒന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയല്ലേ ഇപ്പോൾ നമ്മളെ നാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈർപ്പം വന്ന് നിൽക്കാറില്ലേ, അതുപോലെയാണ് ഇവിടെ ആവി കയറിയിട്ട് നമ്മുടെ ഇപ്പോൾ ഫ്ലോറിലും ചുമരിലൊക്കെ ആയിട്ട് ഈർപ്പത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. കാരണം ഈ ആവി ഇറങ്ങി, ചൂട് കാരണം ഈ ആവി ഇറങ്ങിയിട്ട് അത്രയ്ക്ക് ചൂടാണ്, അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ടൈമാണിപ്പോൾ. ഫ്രൂട്ട്സ് ഞാനില്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യുക, എന്നിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അതുപോലെ ഈ പോമഗ്രാനൈറ്റ് ഉണ്ടല്ലോ ഭയങ്കര പുളിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ജ്യൂസ് അടിച്ചിട്ടേ കുടിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒന്നെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്കിതിങ്ങനെ വെറുതെ കഴിക്കാനാട്ടോ താല്പര്യം. പക്ഷേ ഇവിടെ ഇത്രയും പുളിയിൽ ഇവിടെ ആരും ഇതിങ്ങനെ കഴിക്കാറില്ല. ഈ പോമഗ്രാനൈറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞെങ്കിൽ ഉള്ള സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് പോവുകയും ചെയ്യും. ഞാനിതുപോലെ എല്ലാം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്തൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെന്ന സമയത്ത് അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇനി നൈറ്റിലേക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് വെക്കാം കേട്ടോ. ചോറും പരിപ്പ് കറിയും മീൻ പൊരിച്ചതുമാണ്. ഉച്ചയ്ക്കൊന്നും ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ഈ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു. പൊരിക്കാനുള്ള ഫിഷ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. ഐസ് വിടട്ടെ വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് മസാല കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. മസാല ഞാൻ അങ്ങനെ ഓവർ മസാലയൊന്നും ഞാൻ ചെയ്യാറില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് മല്ലിപ്പൊടി ഇടും കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് മസാല കൂട്ടി വെക്കും. കുറച്ച് നേരത്തേക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് എൻ്റെ ചോറ് വെക്കലും കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അത് പൊരിക്കാൻ വെക്കുക. അതാവുമ്പോൾ മസാല അത്യാവശ്യം നന്നായിട്ട് മീനിലൊക്കെ പിടിക്കുകയും ചെയ്യും. പിന്നെ ഫ്രഷ് ചൂടോടുകൂടെ നമുക്ക് അങ്ങനെ കഴിക്കുകയും ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. എനിക്കില്ലേ ഈ ബിരിയാണി മന്തിയൊന്നും കൂടുതൽ കഴിക്കാൻ വയ്ക്കില്ല കേട്ടോ. എൻ്റെ എപ്പോഴും കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നത് സാധാ ചോറും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കറി, ചിലപ്പോൾ സാമ്പാറാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറിന് കഷ്ണങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പരിപ്പ് കറി ആക്കിയത് കേട്ടോ. അപ്പോൾ സാമ്പാർ കറി, അതുപോലെ എന്തെങ്കിലും പൊരിച്ചത്, മീൻ പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും. ഇതാട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ്.
അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചോറ് വെന്തിരുന്നു. അപ്പോൾ അത് ഊറ്റാൻ വേണ്ടി വെച്ചു. മറ്റേ അടുപ്പിൽ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതും അങ്ങനെ കിടന്ന് വേവുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ ഊറ്റൽ കഴിഞ്ഞ് വേഗം തന്നെ മീനും അടുപ്പ് പൊരിച്ച് വെച്ചു. അപ്പോൾ പിന്നെ എല്ലാ പണികളും കഴിയുമല്ലോ. പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാ അന്നത്തെ ഒരു ദിവസം സൂപ്പറായിട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം. ഓക്കെ ബൈ.